സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിൻ്റെ തീയതികൾ 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 9-നും, തൃശൂർ മുതൽ കാസർഗോഡ് വരെ വടക്കോട്ടുള്ള ജില്ലകളിൽ 11-നുമാണ് വോട്ടെടുപ്പ് നടക്കുക. ഡിസംബർ 13-നാണ് ഇത്തവണ വോട്ടെണ്ണൽ. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. 29-ാം ദിവസം തെരഞ്ഞെടുപ്പ് നടക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും പാർട്ടികൾ നടന്നു കഴിഞ്ഞു. ഇന്നത്തെ ദിവസത്തോടെ വളരെ വലിയ രീതിയിലുള്ള തിരക്കിട്ട പ്രഖ്യാപനങ്ങളും നടന്നു. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ പ്രധാന പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത് എന്താണ് പരിശോധിക്കാം. CPM ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്ന്, ഭരണകക്ഷിയായ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി. അപ്പോൾ CPMന്റെ ഇത്തവണത്തെ ലക്ഷ്യം കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കൂട്ടുക എന്നത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളിലെ ശ്രദ്ധയുമായിരിക്കും CPM ഇത്തവണ പ്രചരണായുധമാക്കുക. അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പെൻഷൻ വർധന ഉൾപ്പെടെ ജനക്ഷേമ പദ്ധതികളുമായി നേരിട്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് പോവുകയാണ് ഇത്തവണ സർക്കാർ. സംഘപരിവാറിനെ എതിർക്കുന്നതിൽ മുന്നിൽ തങ്ങളാണ് എന്ന് വരുത്തുന്നതിൽ കോൺഗ്രസുമായി ഒരു കടുത്ത മത്സരവും CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്തത് കോൺഗ്രസ് എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത്? ഏതാണ്ട് 6 മാസം മാത്രം അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, 6 മാസം പോലും തികച്ചുണ്ടാവില്ല. മെയ്യിലാണ് തെരഞ്ഞെടുപ്പ് വരേണ്ടത്. അതിനു മുൻപുള്ള ഒരു സെമി ഫൈനലായാണ് കോൺഗ്രസ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇടതുമുന്നണിയുടെ ഭരണത്തിനെതിരായ ഒരു വിധിയെഴുത്തിന് തുടക്കം കുറിക്കുക എന്നതായിരിക്കും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 45 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മികച്ച പ്രകടനം തന്നെ നടത്തിയേ പറ്റൂ. സംഘപരിവാറിനെ ശരിക്കും എതിർക്കുന്നത് തങ്ങളാണ് എന്ന് വരുത്തുന്നതിലൂടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പൂർണ്ണമായും ഉറപ്പുവരുത്തുക കൂടി ഇത്തവണ കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തവണ വളരെ സജ്ജരായാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തൊക്കെ നമ്മളത് കണ്ടതാണ്. ഓരോ പ്രധാന നേതാക്കൾക്കും ഓരോ കോർപ്പറേഷൻ്റെയും ഒക്കെ ചുമതല കൊടുത്തുകൊണ്ട് അവർ പൂർണ്ണമായും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഇത്തവണ പ്രവർത്തിക്കുന്നത്. അടുത്തത് BJP. തൃശൂർ നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് BJPയുടെ പ്രധാന കൈമുതൽ. ഇരു മുന്നണികളും മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കുന്നു എന്ന ആരോപണമായിരിക്കും BJP പ്രധാനമായും ഉയർത്തുക. തൃശൂർ, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, പരമാവധി നഗരസഭകളിൽ മുന്നിലെത്തുക, 100 പഞ്ചായത്തുകളിലെങ്കിലും ഭരണത്തിലെത്തുക, ഇതൊക്കെയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത്. ക്രിസ്ത്യൻ മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ഇത്തവണ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് രാജീവ് ചുമതലയേറ്റ ശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഇനി മുസ്ലിം ലീഗ് പരമാവധി വാർഡുകൾ സ്വന്തമാക്കി 2026 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDFിൽ നിന്ന് കുറഞ്ഞത് 30 സീറ്റുകളെങ്കിലും വാങ്ങാൻ പറ്റുന്ന തരത്തിലൊരു വിലപേശൽ ശേഷി ഉണ്ടാക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. ശക്തി കേന്ദ്രങ്ങൾക്ക് പുറത്ത് സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതും ഇത്തവണ പാർട്ടി കാര്യമായി തന്നെ ലക്ഷ്യമിടുന്നു. CPI അടുത്തിടെ മുന്നണിയിലുണ്ടായ അസ്വാരസ്യങ്ങൾ പ്രാദേശിക തലത്തിൽ ബാധിക്കാതെ കൊണ്ടുപോവുക എന്നതാണ് CPI നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിനു പുറമെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, തൃശൂർ, എറണാകുളം എന്നീ ജില്ലകളിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നതും CPIക്ക് വെല്ലുവിളിയാണ്. തൊട്ടു മുൻപ് CPI-CPM തർക്കം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ CPI തങ്ങളുടെ ശക്തി കുറച്ച് തെളിയിച്ചിട്ടുണ്ട്. ആ കരുത്തോടെയാണ് ഇത്തവണ അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അടുത്തത് വെൽഫെയർ പാർട്ടി. UDFന് പരമാവധി സഹായം നൽകി വിജയത്തിലേക്ക് നയിക്കുക എന്നതാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ മത്സരിക്കാൻ ലഭിക്കുക എന്നതും പാർട്ടി ഉന്നം വയ്ക്കുന്നു. 65ഓളം വാർഡുകൾ എന്നത് 3 ഇരട്ടിയാക്കാനാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യമിടുന്നത്. SDPI അവരുടെ പ്രധാന ശക്തി സ്രോതസ്സായ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനമേൽപ്പിച്ച തിരിച്ചടിയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. നിലവിലുള്ള 100 വാർഡുകൾ ഒരു 500എങ്കിലുമായി ഉയർത്തി തനിച്ച് ശക്തി തെളിയിക്കുക എന്നതാണ് പാർട്ടി ലക്ഷ്യമിടുന്നതും അവർക്ക് മുമ്പിലുള്ള വെല്ലുവിളി. അടുത്തത് കേരള കോൺഗ്രസ് M ആണ്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തങ്ങളുടെ സ്വാധീന മേഖലകളെ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് മാണി ഗ്രൂപ്പ്
പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സീറ്റ് വിഭജനത്തിൽ LDF നൽകിയിട്ടുള്ള ഉദാരമായ സമീപനം അണികൾക്ക് പാർട്ടിക്കൊപ്പം നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം പകരുമെന്നാണ് നേതൃത്വം കരുതുന്നത്. റബ്ബറിന്റെ താങ്ങുവില, വന്യമൃഗ സംരക്ഷണ ബില്ല്, പട്ടയം സംബന്ധിച്ച തീരുമാനം ഇതൊക്കെയും തങ്ങൾക്ക് ആ കാർഷിക മേഖലകളിൽ അനുകൂലമാകുമെന്നും പാർട്ടി കരുതുന്നു. ഇനി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയെങ്കിലും താഴെത്തട്ടിൽ സംഘടനാ തലത്തിലുള്ള ദൗർബല്യം പരിഹരിക്കുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. നിയമസഭയിലേക്ക് പോകും മുമ്പ് സ്വന്തം മേഖലയിൽ ശക്തി പിടിച്ചു നിർത്തുക എന്നത് തന്നെയാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അടുത്തത് 2020. നിലവിലുള്ള പഞ്ചായത്തുകൾ നിലനിർത്തുന്നതിനൊപ്പം ജില്ലയിൽ കൂടുതൽ മേഖലകളിലേക്ക് തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കുക എന്നതാണ് 2020യുടെ പ്രധാന ലക്ഷ്യം. അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലെങ്കിലും വിജയം ഉറപ്പുവരുത്തുക എന്നതാണ് ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യമൊപ്പം അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി.